ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാ മറ്റൊരു സന്തോഷ വാർത്ത കൂടി നമ്മെ തേടിയെത്തിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, ലാഹോറിനടുത്തുള്ള മുരിദ്കെ മസ്ജിദിൽ തമ്പടിച്ചിരുന്ന ആ മസ്ജിദിന് സമീപം പരിശീലന കേന്ദ്രം നടത്തിയിരുന്ന ലഷ്കർ എന്ന ഭീകര സംഘടനയുടെ കമാൻഡർ കൊല്ലപ്പെട്ടിരിക്കുന്നു, വധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ബിലാൽ ആരിഫ് സറാഫി എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ കമാൻഡർ. ഇയാൾ ഈ വർഷം ആദ്യം ഇന്ത്യയെ വെല്ലുവിളിച്ചിരുന്നു. മുംബൈ മോഡൽ ഭീകരാക്രമണം ഇനിയും ഉണ്ടാകും, കരുതിയിരുന്നോ? ഇന്ത്യൻ സൈന്യത്തിനോ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾക്കോ ഞങ്ങളെ തടുക്കാനാകില്ല എന്നായിരുന്നു ലഷ്കർ ഇ തോയ്ബയുടെ ആ മുന്നറിയിപ്പ്. അതിൽ പ്രധാനിയായ ഒരു കമാൻഡറാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന ബിലാൽ ആരിഫ് സറാഫി. ഈ ബിലാൽ ഒരു കമാൻഡർ, വെറുമൊരു കമാൻഡർ മാത്രമല്ല, വളരെ കൃത്യമായി ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് പരിശീലനം കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നിലവിൽ ഈ മുരിദ്കെ മസ്ജിദ് നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്ന് തരിപ്പണമായി. നിലവിൽ അവിടെ ഒരു പ്രവർത്തനവും നടത്താൻ സാധിക്കാത്ത വണ്ണം അത് ഛിന്ന ഭിന്നമായി കിടക്കുകയാണ്. അതിന് സമീപത്താണ് ഈ പുതിയ പരിശീലന കേന്ദ്രം ഇവർ ആരംഭിച്ചിരിക്കുന്നത്. ഈ ലാഹോറിലെ മുരിദ്കെയിൽ നിന്നാണ് അജ്മൽ കസബും കൂട്ടരും ഭാരതത്തിൽ ചോര ചീന്താൻ വേണ്ടി, മുംബൈ പട്ടണത്തെ കത്തിച്ച് ചാമ്പലാക്കാൻ വേണ്ടിയിട്ട് യാത്ര തിരിച്ചത്. അവർ പരിശീലനം നേടിയതും ഈ മുരിദ്കെ ഭീകര ക്യാമ്പിൽ നിന്നാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. എന്തായാലും ആ മുരിദ്കെയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങിയ ബിലാൽ ആരിഫ് സറാഫിയാണ് ഇപ്പോൾ കണ്ടം തുണ്ടമായിരിക്കുന്നത്. ഏതോ ഒരു അജ്ഞാതൻ ഇയാളെ വെടിവച്ചും കുത്തിയും കൊലപ്പെടുത്തി എന്നാണ് പോലീസ് റിപ്പോർട്ട്. എന്നാൽ വാസ്തവം ഇയാളുടെ കുടുംബക്കാർ തമ്മിൽ തന്നെ വലിയ ലഹളയിലാണ്, പരസ്പരം സംഘർഷത്തിലാണ്. കുടുംബക്കാർ ഇയാളെ വകവരുത്തിയതാണ് എന്നും പറയപ്പെടുന്നുണ്ട്. പതിവ് പോലെ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയും പാക് പട്ടാളവും പാക് സർക്കാരുമൊക്കെ ഇത് ഒരു അജ്ഞാതൻ്റെ തലയിൽ വെച്ച് കെട്ടുകയാണ്. അതായത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നിയോഗിച്ചിരിക്കുന്ന ഏതോ ഒരു അജ്ഞാതൻ, ആ അജ്ഞാതൻ്റെ വിളയാട്ടമാണ് ബിലാൽ ആരിഫ് സറാഫിയുടെ ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് അവർ ചിത്രീകരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അത്തരത്തിൽ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടേ ഇരിക്കുന്നു. എന്തായാലും ഈ ബിലാൽ ആരിഫ് ഒരു ചെറിയ മീനല്ല. ഇയാൾ ഒരു സംഘം ചെറുപ്പക്കാരെ ഇവിടേക്ക് കൊണ്ടുവരികയും റിക്രൂട്ട് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരികയും അവരെ ഈ പണ്ട് 2008 നമ്മുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈ നഗരത്തെ എങ്ങനെയാണോ ചുവപ്പിച്ചത്, ആ കറുത്ത രാത്രിയെ അനുസ്മരിപ്പിക്കുന്ന വിധം മറ്റൊരു ആക്രമണം കൂടി നടത്താൻ വേണ്ടുന്ന പരിശീലനം ഈ ചെറുപ്പക്കാർക്ക് നൽകാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായി അവിടെ ചില ക്യാമ്പുകളൊക്കെ നടന്നു വരുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഈദ് നമസ്കാരം കഴിഞ്ഞ് ഉടൻ ഈ ബിലാൽ ആരിഫ് സറാഫിയുടെ വധം, കൊലപാതകം നടന്നിരിക്കുന്നത്. ഈദ് നമസ്കാരത്തിന് ശേഷം ഈ പറഞ്ഞ മുരിദ്കെ മസ്ജിദിന് സമീപം, തകർന്നു കിടക്കുന്ന മുരിദ്കെ മസ്ജിദിന് സമീപമുള്ള ഒരു കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ഇയാൾ ആക്രമിക്കപ്പെട്ടതും കൊല്ലപ്പെട്ടതും എന്നുള്ള വിവരമാണ് പാക് പോലീസ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും അജ്ഞാതൻ്റെ വിളയാട്ടമാണോ അതോ ഈ ഭീകരൻ്റെ, ഈ കൊടും ഭീകരൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ ഇയാളെ പറഞ്ഞ് ഹൂറികളുടെ അടുത്തേക്ക് വിട്ടതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഈ പറഞ്ഞതുപോലെ ഇന്ത്യയെ നശിപ്പിക്കാൻ, ഇന്ത്യക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാൻ ഒരു കൂട്ടം ചെറുപ്പക്കാരെ ബ്രെയിൻ വാഷ് ചെയ്ത് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരിലേക്ക് മതം കുത്തിവെച്ച് ഇന്ത്യ വിരോധവും ഭാരതത്തിനോടുള്ള വെറുപ്പും കുത്തിവെച്ച് അവരെ ആയുധ സജ്ജരാക്കി ഇന്ത്യയിലേക്ക് അയക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തി വന്നിരുന്നത്. എന്തായാലും മുരിദ്കെയുടെ ആ പാരമ്പര്യം ഇക്കുറി വിജയിച്ചില്ല. ഈ മുരിദ്കെയിലെ മസ്ജിദും ഭീകര പരിശീലന കേന്ദ്രവും വളരെ പഴക്കം ചെന്നതാണ്. നമുക്കറിയാം, അത്
നിർമ്മിക്കാനും അവിടെ ഈ ഭീകരർക്ക് പരിശീലനം കൊടുക്കാനും വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്ത് അത് നിർമ്മിക്കാനുള്ള പണം അത് നൽകിയത് ഒസാമ ബിൻ ലാദനാണ്. $10 മില്യൺ ഒസാമ ബിൻ ലാദൻ ഈ മുരിദ് കെ മസ്ജിദ്, ലാഹോറിന് സമീപം മുരിദ് കെ മസ്ജിദ് നിർമ്മിക്കാൻ, മുരിദ് കെ മസ്ജിദും അനുബന്ധമായി ഭീകര പരിശീലന കേന്ദ്രങ്ങളും നിർമ്മിക്കാൻ വേണ്ടി ചെലവഴിച്ചത്. ഇത്തരത്തിൽ വലിയ ഫണ്ട് ഉപയോഗിച്ച് വലിയ സൗകര്യങ്ങളോടുകൂടി, അതായത് ഒരേ സമയം നൂറുകണക്കിന് ആൾക്കാർക്ക് താമസിക്കാനും പെരുമാറാനും വേണ്ടുന്ന സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം തികഞ്ഞ സാങ്കേതിക വിദ്യ അടക്കമുള്ള എല്ലാ സംവിധാനവും പ്രവർത്തിക്കുന്ന ഒരു ഭീകര പരിശീലന കേന്ദ്രമായിരുന്നു ഈ മുരിദ് കെ മസ്ജിദ്. അങ്ങനെയുള്ള ആ മുരിദ് കെ മസ്ജിദാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ തകർത്ത് തരിപ്പണമാക്കിയത്. അതിൻ്റെ തകർന്നു കിടക്കുന്ന ചിത്രങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഒടുവിൽ നാണം കെട്ട് പാകിസ്ഥാൻ തന്നെ ഈ പറഞ്ഞതുപോലെ മസ്ജിദ് തകർന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടു. ആദ്യമൊക്കെ മാധ്യമങ്ങളെപ്പോലും വിലക്കിയിരുന്നു. ഒടുവിൽ ആ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു. അതായത് കല്ലോട് കല്ല് തകർന്ന സാഹചര്യത്തിലായിരുന്നു ആ മസ്ജിദ്. അവിടെ ഇനി അടുത്ത കാലത്തെങ്ങും ഒരു പുൽനാമ്പ് പോലും മുളയ്ക്കും എന്ന് പ്രതീക്ഷിക്കാനാകാത്ത അത്രയ്ക്ക് വലിയ തകർച്ചയാണ് ആ പ്രദേശത്തുണ്ടായത്. ആ കെട്ടിടം പരിപൂർണമായിട്ടും തകർത്ത് അവിടെ ഒരു വലിയ കുഴി, ഒരു വലിയ ആഴമുള്ള ഗർത്തം രൂപപ്പെട്ട അവസ്ഥയിലാണ്. കാരണം പതിച്ചത് ഇന്ത്യയുടെ മിസൈലുകളാണ്. അതൊന്നും അത്ര നിസ്സാരമല്ല. നമ്മൾ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചതാണ്. അന്ന് ആ മസ്ജിദിലുണ്ടായിരുന്ന ഭീകരന്മാർ, ആ ഭീകരന്മാർ ഒന്നടങ്കം കൊല്ലപ്പെടുകയായിരുന്നു, വധിക്കപ്പെടുകയായിരുന്നു. ആരും രക്ഷപ്പെട്ടില്ല എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ലഷ്കർ ഇ തോയ്ബയുടെ ടോപ്പ് കമാൻഡറായ ബിലാൽ ആരിഫ് സറാഫിയുടെ കൊലപാതകത്തോടുകൂടി അല്ലെങ്കിൽ അയാളുടെ മരണത്തോടുകൂടി ഒരു വലിയ ഭീഷണി ഒഴിഞ്ഞുപോയിരിക്കുകയാണെന്ന് താൽക്കാലികമായിട്ടെങ്കിലും നമുക്ക് ആശ്വസിക്കാം. ഈ മുരിദ് കെ മസ്ജിദ് ഓപ്പറേഷൻ സിന്ദൂരിൽ തകർത്ത് തരിപ്പണമാക്കിയ ഇന്ത്യൻ സൈന്യത്തിന്, ഇന്ത്യൻ വായുസേനയാണ് അത് തകർത്ത് തരിപ്പണമാക്കിയത്. ആ ഇന്ത്യൻ സൈന്യത്തിന് നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകാം. മാത്രമല്ല, അന്ന് ഈ മുരിദ് കെ മസ്ജിദ് തകർന്നു കഴിഞ്ഞപ്പോൾ പാക് ചാനലുകൾ അത് കണ്ടു നിന്ന ഒരു ദൃക്സാക്ഷിയുടെ അനുഭവം ലോകത്തിന് മുന്നിൽ പങ്കുവച്ചിരുന്നു. ഈ വ്യക്തി പറയുന്നത്, ആകാശത്ത് രാത്രിയായിരുന്നല്ലോ ആക്രമണം, ആകാശത്ത് ഒരു ചുവന്ന സൂര്യൻ ഉദിക്കുന്നത് പോലെ ഒരു ചുവന്ന തീഗോളം ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക്, ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അതാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂരിലൂടെ പഹൽഗാം എന്ന ഭീകര കൂട്ടക്കൊലയ്ക്ക് മറുപടി നൽകിയത്. നമുക്ക് നമ്മുടെ സൈന്യത്തിൻ്റെ കരുത്തിനെക്കുറിച്ച് അഭിമാനിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് ഈശ്വരന് നന്ദി പറയാം. കാരണം ഇന്ത്യയെ ആക്രമിക്കാൻ, ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയെ ചോരയിൽ മുക്കിയതുപോലെ മറ്റേതെങ്കിലും ഒരു നഗരത്തെ ചോരയിൽ മുക്കാൻ വേണ്ടിയിട്ട്, കൂട്ടക്കുരുതി നടത്താൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ഭ്രാന്തിളകിയ ഭീകരന്മാർക്ക് പരിശീലനം നൽകിക്കൊണ്ടിരുന്ന ബുദ്ധി കേന്ദ്രമാണ് ഇപ്പോൾ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നത്, ഹൂറികളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. അത് ആര് ചെയ്താലും ശരി അവർക്ക് നമോവാകം.